നമസ്കാരം. മുന്നമാരെ തുറന്നു കാണിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേക കഴിവാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഏത് വേദി വെച്ചാണെങ്കിലും മൂപ്പര് മുന്നമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നു കാണിക്കും. ഇന്നലെ തന്നെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഒരു പ്രസംഗം കാണാനിടയായി. സത്യത്തിൽ അത് കണ്ടപ്പോ ചിരിയാണോ എന്നത് നിങ്ങളും ചിരിച്ചു കാണും, വേറെ ഒന്നും കൊണ്ടല്ല. ഇങ്ങനെയാണ് വി ഡി സതീശൻ പറഞ്ഞത്: തെരഞ്ഞെടുപ്പിൽ തോറ്റാലും മതേതരത്വം വിട്ടുവീഴ്ച ചെയ്യില്ലെന്നത് എന്റെ വാക്കാണ് എന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ എങ്ങനെയാണ് ചിരിക്കാതിരിക്കാൻ കഴിയുക? ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒക്കെ താരോലിക്കുന്ന നമ്മുടെ കോൺഗ്രസ്, ഏത് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ തോളത്ത് കയറ്റി നടക്കുന്ന കോൺഗ്രസ്, അതുപോലെ തന്നെ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് പറയുകയാണ് തിരഞ്ഞെടുപ്പിൽ തോറ്റാലും മതേതരത്വം വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്റെ വാക്കാണെന്ന്. ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഇവരുടെ ഈ വർഗീയ പാർട്ടികളോടുള്ള ഒരു താല്പര്യവും പ്രേമവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ വി ഡി സതീശൻ ഇങ്ങനെയത് പറയുന്നത് കണ്ടപ്പോൾ ആരാകും ഈ മുന്നയെ തുറന്നു കാണിക്കുക എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ദാ വരുന്നു കൊമ്പൻ, അതെ പിണറായി വിജയൻ. അങ്ങനെ പിണറായി വിജയൻ നേരെ മൈക്കിന് മുമ്പിലെത്തി UDF-ന്റെ ഭരണകാലത്തെ വർഗീയ കലാപങ്ങളെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി. മാത്രവുമല്ല, ഈ LDF-ന്റെ ഭരണകാലത്ത് ഒരു വർഗീയ കലാപവും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം അക്കമിട്ട് പറഞ്ഞു. ശേഷം നമ്മുടെ വി ഡി സതീശൻ അവിടെ കിടന്ന് വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഞെരിപിരി കൊള്ളുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ധൃതംഗ പുളകിതരായ ആളുകൾ രോമാഞ്ചിഫിക്കേഷൻ മോഡിൽ കൈയടിച്ചു. അതെന്താണെന്ന് അറിയണം. മതേതരത്വം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ അത് ഈ സർക്കാരാണെന്നും ഈ സർക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ വർഗീയതയും വർഗീയതയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഇവിടുന്ന് ഇങ്ങനെ തുറച്ചു നീക്കാൻ കഴിയുകയുള്ളൂ എന്നും അവർക്കറിയാൻ വേണ്ടി. എന്തായാലും നമുക്ക് ആ പ്രസംഗം ഒന്ന് കാണാം. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വർഗീയതയുടെ കനലെരിയുമ്പോഴും കേരളം ഒരു ശാന്തി തീരമായി നിലകൊള്ളുകയാണ്. നമ്മൾ പുലർത്തി വരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടുകളാണ് ഇതിന് കാരണം. കേരളത്തിൽ വർഗീയ ശക്തികളില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ നാം ശാന്തമായ ജീവിതം നയിക്കാൻ കഴിയുന്നൊരു സമൂഹമായി നിലകൊള്ളുന്നു. പറയത്തക്ക വർഗീയ സംഘർഷങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ നമ്മുടെ സംസ്ഥാനത്ത് കാണാനില്ല. ഇത് നമ്മുടെ ഒരു പ്രത്യേകതയായി, രാജ്യത്ത് തന്നെ ഒരു വലിയ തുരുത്തായി, മതനിരപേക്ഷതയുടെ ശക്തി കേന്ദ്രമായി കേരളത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥ വന്നത് എന്നത്. ഇവിടെ ഇത്തരമൊരു കാലത്ത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കത്യമുള്ളതാണെന്ന് കരുതുകയാണ്. നമ്മുടെ കേരളത്തിലും വർഗീയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ? വർഗീയ കലാപങ്ങളുണ്ടായിട്ടില്ലേ? ഞാൻ ആദ്യം MLA ആകുന്നത് 1970 കാലത്തായിരുന്നു. 1971 തലശ്ശേരി കലാപം നടന്നത്. ആ കലാപം വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ തലശ്ശേരിയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഒരുപാട് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു, വീടുകൾ ആക്രമിക്കപ്പെട്ടു, പലർക്കും സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു, പലർക്കും സ്വർണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു. അങ്ങനെ പലതും നഷ്ടപ്പെട്ട ജനവിഭാഗങ്ങൾ. എന്നാൽ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഒരു സഖാവിൻ്റെ ജീവനായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ജീവൻ നഷ്ടപ്പെടാനിടയായത്? അവിടെയുള്ള കലാപം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആ കാലത്ത് സ്വീകരിച്ചൊരു സമീപനമുണ്ടായിരുന്നു. ആത്മാഹൂതി ചെയ്തു പോലും മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതായിരുന്നു അന്ന് ഞങ്ങൾ നൽകിയ ആഹ്വാനം. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയർമാർ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വരെ കാവൽ നിന്നു. അങ്ങനെ കാവൽ നിന്ന ഒരിടമായിരുന്നു മെരുവമ്പായി പള്ളി. ആ മെരുവമ്പായി പള്ളി ആക്രമിക്കാൻ അന്ന് ഈ കലാപത്തിന്
നേതൃത്വം കൊടുക്കുന്ന വിഭാഗം എത്തി. അത് RSSൻ്റെ അറിയപ്പെടുന്നവരടക്കമായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന വളണ്ടിയർമാരുടെ നേതാവ് UK കുഞ്ഞിരാമൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, ഈ പള്ളി ആക്രമിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആക്രമിച്ചേ പറ്റൂ. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളെ ശരീരത്തിലൂടെ വേണം അങ്ങോട്ട് കടക്കാൻ, ഇതിനിപ്പുറം കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൽക്കാലം അവർക്കതിന് കഴിയില്ല എന്ന് വന്നു. അവർ തിരിച്ചുപോയി. പക്ഷേ ആ അമർഷം, ആ പക അതവർ തീർത്തു. ഈ രാത്രി മുഴുവൻ കാവൽ നിന്ന് പിറ്റേ ദിവസം പുലർച്ചെ UK കുഞ്ഞിരാമൻ ഈ മെരുവമ്പായി പള്ളിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് നിർവേലി ഭാഗത്താണ്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് കാവൽ നിന്ന് ഇവർ അദ്ദേഹത്തെ ആക്രമിച്ചു. അതിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഇതുപോലുള്ള ഒട്ടനേകം സംഭവങ്ങൾ ഇവിടെ ചാലയിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. ആ കലാപത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പട്ടാളത്തിനെ ഇറക്കേണ്ടി വന്നു ആ കാലത്ത് ആ കലാപം ശമിപ്പിക്കാൻ. നിരവധി കടകൾ, സ്ഥാപനങ്ങൾ ഒക്കെയാണ് ആ കാലത്ത് തീവച്ച് നശിപ്പിച്ചത്. പോലീസിന് വെടിവെക്കേണ്ടിയും വന്നു. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ആ കലാപത്തിൽ. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഭാഗമായി ഉള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പള്ളിത്തോട്ടത്തിൽ അവിടെ വീടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളുമെല്ലാം വലിയ തോതിൽ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. പോലീസിന് വെടിവെക്കേണ്ടി വന്നു. ഒരു മരണവും അവിടെ സംഭവിച്ചു. ഏറ്റവും വലിയ തോതിലുള്ള ഒരു കലാപമാണ് മട്ടാഞ്ചേരിയിൽ ഒരു കാലത്ത് നടന്നത്. അവിടെ പോലീസിന് വെടിവെക്കേണ്ടി വന്നു. കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരാൾ കൊല്ലപ്പെടുന്ന നിലയും വന്നു. ഒട്ടനേകം പേർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായി. പാലക്കാട് കലാപമുണ്ടായപ്പോൾ നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് നശിപ്പിക്കപ്പെട്ടത്. പോലീസ് വെടിവെപ്പുണ്ടായി. പലരുടെയും ഓർമ്മയിൽ ഇപ്പോഴും സിറാജുന്നീസ ഉണ്ടാവും. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 11 വയസ്സുള്ള കുട്ടി അന്ന് വെടിയേറ്റ് മരണപ്പെട്ടു. ആ കലാപത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവിടെ പൂന്തുറയിൽ വലിയ കലാപമുണ്ടായത് ആളുകൾ മറന്നിട്ടുണ്ടാവില്ല. 6 പേരായിരുന്നു ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. നിരവധി വീടുകളും കടകളും നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. മട്ടാഞ്ചേരിയിൽ 3 പേര് കൊല ചെയ്യപ്പെട്ട ഒരു കലാപം വീണ്ടുമുണ്ടായി. പോലീസ് ജീപ്പ്, ഓട്ടോറിക്ഷ ഇവയെല്ലാം തീ കൊടുക്കുന്ന അവസ്ഥയും വന്നു. അവിടെയും പോലീസ് വെടിവെക്കേണ്ടി വന്നു. കാസർഗോഡ് ബേക്കൽ, കാസർഗോഡ് മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിൽ 8 ദിവസം നീണ്ട വർഗീയ സംഘർഷം, അതിൽ 7 വലിയ സംഘർഷങ്ങൾ, അതിൻ്റെ ഭാഗമായി 7 പേർ കൊല്ലപ്പെടുന്ന അവസ്ഥ. ഇതിനു പുറമെ പോലീസ് വെടിവെപ്പ്, ഒരാൾ അതിലും കൊല്ലപ്പെടുന്ന അവസ്ഥ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വിവിധ ഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറ്റത്തെ വർഷം വീണ്ടും കാസർഗോഡിൽ സംഘർഷം, കലാപം, 4 പേർ കൊല്ലപ്പെടുന്നു. നിരവധി വാഹനങ്ങൾ, വീടുകൾ, ഷോപ്പുകൾ എല്ലാം നശിപ്പിക്കുന്നു. ഇതിനെല്ലാം ശേഷമാണ് മാറാടെ 1-ാം കലാപം നടക്കുന്നത്. മാറാട്
ഒന്നും രണ്ടും കലാപങ്ങളുണ്ടായി. ആ ഒന്നാം കലാപത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായി. അടുത്ത വർഷം പിന്നീടൊരു 2 വർഷം പിന്നിടുമ്പോഴാണ് മാറാട് രണ്ടാം കലാപം. ആ രണ്ടാം കലാപത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. മാരകമായ പരിക്ക് 21 പേർക്കുണ്ടായി. അനേകം പേർക്ക് പരിക്ക്. അവിടെ വീടുകൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടു. 12 ഫൈബർ വള്ളങ്ങളും ഒരു ബോട്ടും തീവച്ച് നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചതായിരുന്നു. ഇവിടെ പൂവാറ് സംഘർഷമുണ്ടായപ്പോൾ നിരവധി പേർക്ക് പരിക്ക്. ഒട്ടേറെ വീടുകൾ തീവച്ച് നശിപ്പിക്കുന്ന അവസ്ഥ. കാസർഗോഡ് വീണ്ടും സംഘർഷം. 4 പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി കടകളും വീടുകളും നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. നമുക്കറിയാം, വലിയ തുറയിലുണ്ടായിരുന്ന വലിയ സംഘർഷം. വലിയ തുറയില്ല, ചെറിയ തുറ, വലിയ സംഘർഷം. അവിടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. പലതരത്തിലുള്ള സംഘർഷങ്ങളാണ് ഉയർന്നു വന്നത്. പോലീസ് വെടിവെപ്പ് വലിയ തോതിൽ അവിടെ നടക്കുകയുണ്ടായി. നിരവധി കടകൾ, വാഹനങ്ങൾ എല്ലാം നശിപ്പിക്കപ്പെട്ടു. വീണ്ടും കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ കാസർഗോഡ് വീണ്ടും കലാപം. 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾ, കടകൾ, വാഹനങ്ങൾ എല്ലാം നശിപ്പിച്ചു. നമ്മുടെ ഇവിടെ തന്നെ പൂന്തുറയിൽ ഇടയാറ്, അവിടെ സംഘർഷമുണ്ടായി. പലർക്കും പരിക്കേൽക്ക നിര വന്നു. നിരവധി വീടുകളും മറ്റും ആക്രമിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഞാനിതെല്ലാം പറഞ്ഞത്, കേരളം എന്നത് ഒരു വർഗീയ സംഘർഷം ഒരു കാലത്തും ഇല്ലാതിരുന്നൊരു നാടല്ല. വിവിധ ഘട്ടങ്ങളിൽ വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ നാട്ടിൽ ഇപ്പോൾ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിന് നാം ഉത്തരം കാണേണ്ടത് തന്നെയാണ്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണത്. നേരത്തെ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും അതിൻ്റെ ഭാഗമായി ജീവനാശവും ഒരുപാട് പേർക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങളും സംഭവിച്ച ഒരു പ്രദേശമാണെങ്കിലും അവിടങ്ങളിൽ എല്ലാം ശാന്തത നിലനിൽക്കുന്നു, ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണത്? വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. അങ്ങനെ മാത്രമേ വർഗീയത ശമിപ്പിക്കാൻ പറ്റൂ, വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒന്നിനോട് ചെറിയ തോതിൽ ചാരി നിന്നു എന്ന് വന്നാൽ അത് വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിന് വഴിവെക്കില്ല, കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ കേരളത്തിൽ കൃത്യമായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്കാകെ അഭിമാനിക്കാം, കേരളത്തിനാകെ അഭിമാനിക്കാം. ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷവും നിലനിൽക്കുന്നില്ല. അത് ഇത്തരം ഒരു സമീപനത്തിൻ്റെ ഭാഗമായാണ്.